സിബിൻ കാരണം 8ന്റെ പണി കിട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ബിഗ് ബോസ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വളരെ ശക്തമായിട്ട് തന്നെ സിബിൻ നിൽക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയതൊരു അനീതിയാണെന്നുള്ളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് സിബിൻ. ബിഗ് ബോസ് പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. മൈക്കിടാൻ സിബിനോട് ഒരു 100 വട്ടം പറഞ്ഞ് ബിഗ് ബോസ് അവസാനം നിർത്തി. അതേപോലെ തന്നെ നോമിനേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ശക്തമായി തന്നെ സിബിൻ നിന്നപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്, ഇവിടുത്തെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ച് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കല്ലേ ബിഗ് ബോസേ എന്നാണ് സിബിൻ പറയുന്നത്. സിബിൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഒരാളെ അടിച്ചമർത്തുമ്പോൾ ഒരിക്കലും അത് ഇത്രത്തോളം ആവരുത്. കാരണം ഒരാളുടെ ഗെയിം മുഴുവനായി തകർത്തു കൊടുത്തു, അതായിക്കോട്ടെ, അയാളുടെ കോൺഫിഡൻസ് ലെവൽ മുഴുവനായി തകർത്തു കൊടുത്തു. ഇതൊരു ശകാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അയാൾ അറിഞ്ഞും അറിയാതെയും ഉള്ള എല്ലാ കാര്യങ്ങളും കൂടെ അന്ന് കൊണ്ടുവന്ന് ഒരു എപ്പിസോഡ് മുഴുവൻ അയാളെ ടാർഗറ്റ് ചെയ്തത് തോന്നിയാസമാണ്. ആ തോന്നിയാസത്തിന് ബിഗ് ബോസിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ്. ബിഗ് ബോസ് ഇത്